നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാല നടന്ന ദിവസം. ഇന്ന് മാർച്ച് 6. പൊങ്കാല നടന്ന് 4 ദിനങ്ങൾ പിന്നിടുന്നു. പൊങ്കാല എല്ലാം കഴിഞ്ഞ് എല്ലാ ഭക്തജനങ്ങളും വീട്ടിലെത്തി. പക്ഷേ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമേലുള്ള വാക്കുതർക്കത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല. കോർപ്പറേഷനെ പരിചാരി മന്ത്രിയും അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി കോർപ്പറേഷനെ അതായത് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന ആരോപണം ഉയർത്തി കഴിഞ്ഞ ദിവസം മന്ത്രി നിർണായകമായ വിമർശനം കോർപ്പറേഷനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു ഇപ്രാവശ്യത്തെ പൊങ്കാല കഴിഞ്ഞ ശേഷം കോർപ്പറേഷൻ ഒരുക്കിയിരുന്നത്. അതായത് നഗരം വേഗത്തിൽ തന്നെ ശുചീകരിക്കണം, അത്തരത്തിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു കോർപ്പറേഷൻ ആയിരുന്നത്. പക്ഷേ ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6-ാം തീയതി എത്തിയിട്ടും അതിൽ വീഴ്ചകൾ സംഭവിച്ചു. അതായത് ശുചീകരണ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണമാണ് നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മാലിന്യങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുകയാണ് എന്ന ആരോപണം ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നു. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മാത്രമല്ല അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. അത് ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് വിവിധ മാധ്യമങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടണമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഭക്തജനങ്ങൾ, ഒരുപാട് സ്ത്രീകൾ എത്തിയതാണ്, ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയതാണ്. അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ യാതൊരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ നഗരത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്കും നഗരത്തിലുള്ളവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്, അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തില് ശുചീകരണ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അത് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശുചീകരണ ചുമതലയുള്ളത്. അപ്പോൾ ശുചീകരണം നടത്തേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ, അതായത് മാലിന്യം കൂടിക്കിടക്കുന്നു അല്ലെങ്കിൽ കൂമ്പാരമായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോർപ്പറേഷനാണ് പരിഹരിക്കേണ്ടതെന്ന പഴിചാരൽ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല എന്തെങ്കിലും ഈ ഒരു പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടപെടലുകൾ, വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവരെ ബുദ്ധിമുട്ടിലേക്ക് വിടില്ല, അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങളെ തള്ളി വിടില്ല എന്നൊരു ഉറപ്പ് കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. നഗരത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മന്ത്രിയുടെ ഈ വാക്കുകള്, അതായത് നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോ അത്തരത്തിലൊരു മാലിന്യം കൂമ്പാരമായി കിടക്കുന്നു, ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മുതൽ ചില മാധ്യമങ്ങൾ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതികരണവും കൂടി വരുമ്പോൾ അതെന്തുകൊണ്ട് ഇത്ര ശ്രദ്ധേയമാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി, അതായത് പൊങ്കാല നടന്നതിന്റെ പിറ്റേ ദിവസം മന്ത്രി നടത്തിയ പ്രതികരണം, പൊങ്കാല വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പങ്കുവച്ചിരുന്നു. അതായത് പൊങ്കാല പൂർണ്ണ വിജയമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിന്മേലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ തന്നെ വിവാദങ്ങൾ ഉടലെടുത്ത സമയത്ത് തന്നെ, അതായത് ശുചീകരണ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന വിവാദം ഉടലെടുത്തപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഫേസ്ബുക്കിലൂടെ, അതായത് ഇത് വിജയകരമായിരുന്നു, പൊങ്കാല 100% വിജയകരമായിരുന്നുവെന്ന് മന്ത്രി തന്നെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുണ്ടായിരുന്നു ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഈ ഒരു വിവാദങ്ങളോട് പ്രതികരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് മന്ത്രി ഇത്തരത്തിൽ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും, അത് ശ്രദ്ധയിൽപ്പെടും, കോർപ്പറേഷനാണ് അതിന്റെ ചുമതല, അത് കോർപ്പറേഷനാണ് പരിഹരിക്കേണ്ടതെന്ന പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൊങ്കാല വിജയകരമായിരുന്നില്ലേ, അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു പിഴവുകൾ സംഭവിച്ചോ എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും പിഴവുകളുണ്ട്, അവിടെ മാലിന്യങ്ങളുണ്ട്, ഇനിയും ശുചീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു വശത്ത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷനാണ് അത് പരിഹരിക്കേണ്ടതെന്ന മന്ത്രിയുടെ പ്രതികരണവും ഏറ്റവും നിർണായകമായി ഈ ഘട്ടത്തിൽ മാറുകയാണ്. എന്തായിരിക്കും മേയറുടെ ഒരു പ്രതികരണം, അതായത് മന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തിൽ എന്താണ് മേയറുടെ ഒരു അഭിപ്രായം എന്നതും ഏറ്റവും ശ്രദ്ധേയമായി ഈ ഘട്ടത്തിൽ മാറുക തന്നെ ചെയ്യും. എന്തായാലും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കളക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല RDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീഴ്ചയ്ക്കും ഒരു അവസരം കൊടുക്കില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്.
നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു ഈ പൊങ്കാലയ്ക്ക് ശേഷം അത് നഗരം വൃത്തിയാക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു പൊങ്കാല കഴിഞ്ഞ നിമിഷങ്ങളിൽ തന്നെ, അതായത് ഒട്ടും താമസിക്കാതെ തന്നെ നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ചുടുകട്ട മാറ്റുന്നു, അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ മാറ്റുന്നു. പക്ഷെ എന്നിട്ടും ഈ നാലാം ദിവസം എത്തുമ്പോഴും ചിലയിടങ്ങളിലെങ്കിലും അത് കൂടിക്കിടക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് എന്നത് നഗരസഭയ്ക്ക് വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. മേയറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതായത് പൊങ്കാല നടന്ന ഒറ്റ രാത്രി കൊണ്ട് നഗരം ശുചീകരിച്ച് നീക്കം ചെയ്തത് 811 ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കം ചെയ്തത്. അത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളായിരുന്നു നടന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാലയിട്ടത് ഈ വർഷമാണെന്നാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ക്ഷേത്രം ട്രസ്റ്റിന്റെയും ഒരു കണക്കുകൾ. അപ്പോ ഈ ഒരു പൊങ്കാലയുടെ വിജയം അത് ആ ഒരു പൊങ്കാല ഇടുക മാത്രമല്ല, അതിനുശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടി അതിന്റെ വിജയമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ട് പോലും വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ ഒരു പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്ന ആരോപണം ഉയരുമ്പോൾ തീർച്ചയായിട്ടും അത് കോർപ്പറേഷനിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. മാത്രമല്ല, ശുചീകരണത്തിൽ ഒരു 3500 തൊഴിലാളികൾ പങ്കെടുത്ത ശുചീകരണ പ്രവർത്തനമാണ് ഈ പൊങ്കാലയ്ക്ക് ശേഷം ഉണ്ടായത്. ശുചീകരണം വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, സർവ്വസജ്ജമായി മേയറും കൂട്ടരും ഇറങ്ങിയിരുന്നു ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. സേവാഭാരതി ശുചീകരണത്തിന് ഇറങ്ങാൻ സന്നദ്ധ അറിയിച്ചിരുന്നു. പക്ഷേ കോർപ്പറേഷൻ തന്നെ അത് ഞങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് അത് ശുചീകരണം നടത്താമെന്ന് അറിയിക്കുകയായിരുന്നു. പൊങ്കാല കഴിഞ്ഞ ഉടൻ മേയറുടെയും നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരത്തിലെ മുഴുവൻ പ്രദേശങ്ങളും ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. കോർപ്പറേഷൻ ജീവനക്കാര്, കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളെ, താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ് ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങിയത്. 138 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഇതിന് നേതൃത്വം നൽകാനുണ്ടായിരുന്നു. മാത്രമല്ല, നഗരസഭ 3500 തൊഴിലാളികളെയാണ് ശുചീകരണത്തിനായി നിയോഗിച്ചിരുന്നത്. 210 ടിപ്പർ ലോറികൾ, 4 മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഇത്രയും സജ്ജമായിട്ട് വലിയ രീതിയിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ പൊങ്കാലയ്ക്ക് ശേഷം നഗരത്തിൽ നടത്തിയത്. എന്നിട്ട് പോലും വീഴ്ചകൾ ഉണ്ടായി, ഇനിയും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ട് എന്ന ഒരു വിവാദം ഉടലെടുക്കുന്നു. അതിൽ മന്ത്രിയുടെ ഒരു ഇടപെടൽ വരുന്നു. മന്ത്രി കോർപ്പറേഷനെ പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ തന്നെ പരിഹരിക്കേണ്ടതാണ് എന്ന മന്ത്രിയുടെ ഒരു അഭിപ്രായം വരുന്നു. അപ്പോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചുടുകല്ലുകളും ചവറുകളും ഒക്കെ രാത്രി 12 മണിയോടെ മാറ്റിയതാണ്. ചുടുകല്ലും പൊങ്കാലയുടെ ബാക്കി വന്ന വിറക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഒക്കെ ഒരേ സമയം തന്നെ മാറ്റിയതാണ്. 134 വലിയ ലോറികൾ, 48 ചെറിയ ലോറികളുമായിട്ടാണ് ചുടുകല്ലുകൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പലയിടത്തും ചുടുകല്ലുകൾ കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ചുടുകല്ല് ചാല സ്കൂളിലേക്കും അതുപോലെ തന്നെ മറ്റെല്ലാം ഡംപിംഗ് യാർഡുകളിലേക്കുമാണ് മാറ്റിയത്. ഇത്തരത്തിൽ വലിയ സജ്ജീകരണം ഉണ്ടായിട്ടും എവിടെയാണ് കോർപ്പറേഷന് പിഴച്ചത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. മന്ത്രി വി ശിവൻകുട്ടി തന്നെ അത് കളക്ടറോട് അല്ലെങ്കിൽ റിപ്പോർട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായി. കോർപ്പറേഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് അത് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം പൊങ്കാല വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞ മന്ത്രി ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന അഭിപ്രായത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കോർപ്പറേഷനും സർക്കാരും തമ്മിലുള്ള ഒരു ചെറിയ വാക്പോരിലേക്ക് ഈ ഒരു സംഭവം നയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കോർപ്പറേഷൻ വിലയിരുത്തുക? അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കോർപ്പറേഷന്റെ പ്രതികരണം എന്താണ് എന്നതും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യമാണ്.